ചിലർ പറയുന്നത് നമുക്ക് ബൈബിൾ മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ്. പാരമ്പര്യങ്ങൾ ആവശ്യമില്ലെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇത് സത്യമല്ല. ബൈബിൾ തന്നെ നമുക്ക് ബൈബിൾ മാത്രമേ ആവശ്യമുള്ളൂ എന്ന് പറയുന്നില്ല. പാരമ്പര്യങ്ങളും നമുക്ക് ആവശ്യമാണെന്ന് ബൈബിൾ പറയുന്നു. തെസ്സലോനിക്കയിലെ സഭയ്ക്കുള്ള തന്റെ രണ്ടാമത്തെ ലേഖനത്തിൽ പാരമ്പര്യങ്ങളിൽ നാം ഉറച്ചുനിൽക്കണമെന്ന് പൗലോസ് പറയുന്നു. 2-ാം അധ്യായത്തിലെ 15 വാക്യത്തിൽ പൗലോസ് പറയുന്നു, ആകയാൽ സഹോദരന്മാരെ, വാക്കിലൂടെയോ ലേഖനത്തിലൂടെയോ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ച പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചുനിൽക്കുകയും ചെയ്യുക. 3-ാം അധ്യായത്തിലെ 6-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, ഞങ്ങളിൽ നിന്ന് ലഭിച്ച പാരമ്പര്യം അനുസരിച്ചല്ലാതെ ക്രമരഹിതമായി നടക്കുന്ന ഏതൊരു സഹോദരനെയും അകറ്റി നിർത്താൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു. ഗ്രീക്ക് പദമായ പാരാദോസിസ് നിർദ്ദേശമോ പ്രമാണങ്ങളോ അല്ല, പാരമ്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പഠിപ്പിക്കൽ അല്ലെങ്കിൽ നിർദ്ദേശം എന്നതിന്റെ ഗ്രീക്ക് പദം ഡിഡക്കിയാണ്. പാരാഡോസിസ് എന്ന ഗ്രീക്ക് പദം പൗലോസ് ഉപയോഗിക്കുന്നു. 3-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ബൈബിൾ പൂർണ്ണമായി ഒരുമിച്ച് ചേർത്തിരുന്നില്ല. 3-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ 4-ാം നൂറ്റാണ്ടിലോ ആണ് ബൈബിൾ പൂർണ്ണമായും സമാഹരിച്ചത്. അപ്പോസ്തലന്മാർ കൈമാറിയ പാരമ്പര്യങ്ങൾ സഭ പിന്തുടർന്നു. സഭയും അതിന്റെ പാരമ്പര്യങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് ബൈബിൾ ഉണ്ടാകില്ല.